മോക്ഷം? നീ എന്താ ഈ പറയണേ? ഭ്രാന്തുള്ള ഒരാളെ കന്യാകുമാരി കടപ്പുറത്ത് കൊണ്ടുപോയി കർമ്മം ചെയ്ത് വിട്ട അയാളുടെ ആത്മാവിന് മോക്ഷം കിട്ടുമത്രേ. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ആത്മാക്കല്ലേ മോക്ഷം കിട്ടാൻ പോണേ. അതിപ്പോ ഒരു ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ല. ഉത്തരവാദിത്തങ്ങളൊന്നും ഒളിച്ചോടാൻ കണ്ടെത്തിയ ഒരു പിടിവള്ളി, അന്ധവിശ്വാസം. ഇതൊക്കെ ഒരുതരം കയ്യൊഴിയലല്ലേ? പാവൻ രാധ, അവൾ എന്ത് ചെയ്യാനാ? ദേ, ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. അവിടം വരെ പോകുന്നൊക്കെ കൊള്ളാം. അവൾക്കും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീയായിട്ട് അവിടെ പോയി അതൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ശരി. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒരു രക്ഷപ്പെടലിന്റെയോ ഒഴിവാക്കലിന്റെയോ മാർഗമായി ഉപയോഗിക്കുന്ന ആധുനികതയുടെ ഒരു ബാക്കിപത്രമായി ഇന്ന് ഈ പുണ്യഭൂമി മാറ്റപ്പെടുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇതിന് വശംവദരാകുകയും ഇരയാക്കപ്പെടുകയും ചെയ്യുന്ന കുറെ നിരപരാധികൾ. മൂല്യങ്ങളും ഭൗതികതയുടെ ആധിക്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ യുഗത്തിന്റെ ഒരു തീരാശാപമായി മാറുകയാണോ? കൊച്ചു കള്ള. അപ്പൊ വലുതാവുമ്പോ മോൻ ആരാവണമെന്നാ? എനിക്ക് പട്ടാളക്കാരൻ തന്നെ ആവണം. എന്നിട്ട് ശത്രുക്കളെയൊക്കെ വെടിവെച്ച് എനിക്ക് തോപ്പിക്കണം. അങ്ങനെ ആവുമ്പോ മോന് വീട് വിട്ട് ദൂരെ അതിർത്തിയിലേക്കൊക്കെ പോണ്ടി വരില്ലേ ഞങ്ങളെ ഇട്ടേച്ച്? എന്റെ പുന്നാര അച്ഛനെ വിട്ട് ഞാൻ എങ്ങും പോയില്ല. വണ്ടി വിടോ. അല്ല, രാവിലെ എണീറ്റുടനെ മുത്തശ്ശി ജോലി തുടങ്ങിയോ? ആ, അങ്ങോട്ട് വിളിച്ചോണ്ട് പോണവരെങ്കിൽ ഈ പതിവൊന്നും തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. ആർക്ക്? മുത്തശ്ശിക്കോ? ആ, അതെ. ഏയ്, മുത്തശ്ശിക്ക് ഒരു 100 വയസ്സിൽ കുറയില്ല. തീരെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരാത്തത്. തിരുവനന്തപുരത്ത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനെ എത്തിയത്. രാമേട്ടനെ ഞാൻ അവിടുന്ന് വിളിച്ചിരുന്നു. രാധ എവിടെ? അകത്തുണ്ട്, മുറിയിൽ ഒരേ ഇരിപ്പാ. രാധേ, എന്താ ഇത്? ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇരിക്കാതെ നിനക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നൂടെ? ഒന്നും സാരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു... നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് ആശിക്കാനല്ലേ പറ്റൂ. നിന്നോട് വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
രാധ എന്തു ചെയ്യ? അവൾക്കൊരു സമാധാനമൊക്കെ ആയോ? എന്ത് സമാധാനം? മര്യാദക്ക് എന്തെങ്കിലും അത് പിന്നെ കഴിച്ചിട്ടില്ല. അപ്പുവിനെ കാണിക്കാൻ മാത്രം ഒരു ഉത്സാഹം മുഖത്ത് കാണിക്കൂ. ആ പറയാൻ മറന്നു, നമ്മുടെ ദിവാകരൻ വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് അവനെവിടെ? ആ, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, നീ എപ്പോ എത്തി? വെളുപ്പിനെ കുളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ആ, ഇനി ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിച്ചോളാം. എനിക്കാണെങ്കിൽ വയ്യാണ്ടിയായി. ശരീരസുഖം നേരത്തെ ഇല്ല, ഇപ്പം മനസ്സിനും. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാ. ഇവിടുത്തെ ബ്രാഞ്ചിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. വരട്ടെ മോനെ. ആ, നല്ലവനാ, ഉത്തരവാദിത്വങ്ങളും ഇല്ല. മോനെ ഇരുട്ടത്ത് വന്നിരിക്കാണോ? വാ, വന്നോണ് കഴിച്ച് കിടക്കാൻ നോക്ക് മോനെ. വാ. കഴിക്കും മോനെ. അമ്മേ, അമ്മ അച്ഛൻ കഴിച്ചിട്ടുണ്ടാവോ അമ്മേ?